നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതിനു മുമ്പ് എല്ലാരും ചായ കുടിച്ച ഗ്ലാസ് ഒക്കെ ഒന്ന് കഴുകി വെക്ക്. കൊടുക്ക് ശിവാനി. ചെല്ല്. നിങ്ങൾ കണ്ടോ, ഒരു മാസം കൊണ്ട് അവളെ ഊതിക്കാച്ചിയ പൊന്നുപോലെ ഞാൻ തെളിയിച്ചെടുക്കും. അടിച്ചു പരത്തി ശരിയാക്കി എടുക്കും ഞാൻ. ആരാ ശിവാനി? എന്താ സാർ പ്രശ്നം? ശിവാനിയെ കസ്റ്റഡിയിലെടുക്കാൻ വന്നതാ. സാറേ, സ്വർണം മോഷ്ടിച്ച കേസ് പിൻവലിക്കാന്ന് ഈശ്വരമംഗലംകാര് പറഞ്ഞതാ. അവര് പരാതി പിൻവലിക്കാൻ വിട്ടുപോയതായിരിക്കും. ഞാനിപ്പോ തന്നെ അവരെ വിളിക്കാം. തൽക്കാലം ആരെയും വിളിക്കണ്ട. സ്വർണം മോഷ്ടിച്ച കേസ് അന്വേഷിക്കാൻ വന്നതല്ല ഞാൻ. വധശ്രമ കേസിലെ പ്രതിയെ തേടി വന്നതാ. വധശ്രമോ? സാർ, നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും സാർ. ഞങ്ങൾക്ക് തെറ്റിയിട്ടില്ല. അമൽ എന്ന ചെറുപ്പക്കാരനെ തലക്കടിച്ചു വീഴ്ത്തിയത് ശിവാനിയാ. സർ, ഭാഗ്യം കൊണ്ട് മാത്രമാ ആ ചെറുപ്പക്കാരന് ജീവൻ തിരിച്ചു കിട്ടിയത്. അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ അയാള്. ശിവാനി ഇവിടെ. സർ, ഞാനാ ശിവാനി. ഇങ്ങോട്ട് ഇറങ്ങി വാ. നിന്നെ ഞങ്ങളൊന്ന് ശരിക്ക് കാണട്ടെ. അവൻ എന്നെ മറ്റൊരാൾക്ക് വിൽക്കാൻ ശ്രമിച്ചു. അപ്പോഴാ ഞാൻ അവന്റെ തലക്കടിച്ച് വീഴ്ത്തിയത്. എന്റെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. ഞാനങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അമൽ എന്നെ ഏതെങ്കിലും പെൺവാണിഭ സംഘത്തിന് വിറ്റേനെ. മോളെ, മാന്യമായ ഒരു കുടുംബത്തിലെ അംഗമാണ് ചെറുപ്പക്കാരൻ. അയാളെ കുറിച്ച് അനാവശ്യം പറയരുത്. ഇവള് പറഞ്ഞത് ഇത്തരക്കാരുടെ സ്ഥിരം അടവാ. കൂടെ താമസിച്ച് അവന്റെ ചോരി നീര് ഊറ്റിയെടുത്തിട്ട് കൊല്ലാൻ നോക്കിയവളാ ഇവള്. പിടിക്കപ്പെട്ടപ്പോ ആ ചെറുപ്പക്കാരനെ പ്രതിയാക്കാനുള്ള അടവാ ഇത്. അയ്യോ, ഈ അടവൊന്നും ചിലവാകില്ല. മര്യാദയ്ക്ക് വണ്ടി കയറിയില്ലെങ്കിൽ തൂക്കിയെടുത്ത് കൊണ്ടുപോകും. സാറേ, ശിവാനെ രക്ഷപ്പെടുത്താൻ ആരും ശ്രമിക്കില്ല. ഞാൻ എന്റെ കാറിൽ ഇവളെ അശോകട്ടനെ അങ്ങോട്ട് കൊണ്ടുവരാം. അതിന്റെ ആവശ്യമില്ല. ഇവളുമാരെ പോലുള്ളവർക്ക് പോകാനാ സർക്കാർ ലക്ഷങ്ങൾ മുടക്കി പോലീസ് വാഹനം കൊടുത്തിരിക്കുന്നത്. നീയും അവനും തമ്മിൽ ലിവിംഗ് റിലേഷൻ ആയിരുന്നോ? അല്ല അല്ല സർ. നീ അമലിന്റെ വാടക വീട്ടിലല്ലേ താമസിച്ചിരുന്നത്? അതെ, പക്ഷെ ഞങ്ങൾ തമ്മിൽ വേറെ ബന്ധമൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ ഇനി കോടതി പറഞ്ഞാൽ മതി. വന്ന് വണ്ടി കയറ്. സാർ, ഞാൻ ഇവിടെ സ്റ്റേഷനിൽ ഹാജരാക്കാം. ദയവ് ചെയ്ത് ഇവിടുന്ന് വിളിച്ചോണ്ട് പോരുത്. നിങ്ങൾ വിചാരിക്കും പോലെ ഇത് നിസ്സാര കേസല്ല. മനഃപൂർവ്വം നരഹത്യക്കുള്ള ശ്രമമാണ് നടന്നത്. പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടിയല്ലേ സാറേ? ഇതൊക്കെ കഴിഞ്ഞാലും ഇവൾക്കൊരു ജീവിതം ഉണ്ടാവണ്ടല്ലേ? ഇവൾക്കൊക്കെ ഇനി എന്തോന്ന് ജീവിതം? അമല ആശുപത്രി കിടന്ന് മരിച്ച ഒരു ജീവപര്യന്തം കഴിഞ്ഞ് ഇവളിനി പുറത്തിറങ്ങും. അയ്യോ, ഇങ്ങോട്ട് വാടി. അയ്യോ, അയ്യോ, എന്നെ വിട് മോളെ. ഇങ്ങോട്ട്. സാറേ, കൊണ്ടുപോകല്ലേ? വണ്ടി എടുക്ക. സാർ, വണ്ടി ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. ആദ്യം ഇവളുടെ വൈദ്യപരിശോധന നടത്തണം. സാർ, കൊണ്ടുപോവല്ലേ? സാറേ, സത്യസന്ധമായിട്ട് വളർത്തിയ മോളാ. സാർ, പ്ലീസ് സാർ. സാറേ, കൊണ്ടുപോവല്ലേ? സാർ, കൊണ്ടുപോകരുത് സാർ, പ്ലീസ്. കൊണ്ടുപോവല്ലേ സാറേ? അയ്യോ, ശിവാനി. അയ്യോ, കൊണ്ടുപോയി അശോകേട്ടാ. നിങ്ങൾ എന്തിനെല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ശിവാനിയെ പോയി രക്ഷിക്ക്. ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല രേണുവേ. അവര് ചോദ്യം ചെയ്തിട്ട് കോടതിയിൽ ഹാജരാക്കും. അപ്പൊ ജാമ്യത്തിന് ശ്രമിക്കാനേ പറ്റൂ. അമ്മാവന് ലോയേഴ്സിന് ആരെങ്കിലും പരിചയമുണ്ടോ? ഇല്ലടാ. വക്കീലിനെയൊക്കെ പിന്നെ അന്വേഷിക്കാം. സ്റ്റേഷനിൽ വെച്ച് വല്ല ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ആരെങ്കിലും ഒന്ന് വിളിക്കും മനുഷ്യ. ആരെ വിളിച്ചിട്ടും കാര്യമില്ല. നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകും. തനിക്ക്
എനിക്കങ്ങനെ പറയാം. തന്റെ മോളല്ലല്ലോ, പോയത് ഞങ്ങൾക്കല്ലേ. എന്റെ മോളാണ് ഈ പണിയൊക്കെ ചെയ്തെങ്കിൽ ഞാൻ മുട്ടുകാല് തല്ലി ഓടിച്ചേനെ. നിങ്ങൾക്കിത് വരണം രേണുകെ. കല്യാണ ദിവസം ഒരു തെറ്റും ചെയ്യാത്ത നിധിയെ അറസ്റ്റ് ചെയ്യിക്കാൻ നിങ്ങൾക്ക് എന്തൊരു ഉത്സാഹമായിരുന്നു. അതിന് ദൈവം തന്ന ശിക്ഷയായത്. രഘുവേട്ട, ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. ഏട്ടത്തി പറഞ്ഞത് ഒരു അമ്മയുടെ ആദ്യ. അന്ന് നിധിയുടെ അമ്മയ്ക്കോ? അതായത് ചന്ദ്രികയുടെ ആദ്യം അന്ന് ഞാൻ കണ്ടതാ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. അശോകട്ടൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഉദയം വക്കീലിനെ ഒന്ന് വിളിക്കാം. ശരി. എല്ലാരും എന്റെ മോളെ കോടതി കയറ്റാൻ നിക്കല്ലേ. വേറെ വഴിയൊന്നുമില്ല അമ്മായി. എടാ, നിന്റെ അളിയൻ ഗൗതം വലിയ സ്വാധീനമുള്ള ആളല്ലേ, അവനെ വിളിക്ക്. എങ്ങനെയെങ്കിലും കുറെ കാശ് കൊടുത്ത് കേസ് ഒതുക്കാൻ പറ. എനിക്ക് വയ്യ. ഉപ്പ് എന്ന ശിവാനി കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഗൗതമിനെ ഞങ്ങൾ എങ്ങനെ വിളിക്കും എടുത്തി? സ്വർണം നഷ്ടപ്പെട്ട കേസ് പിൻവലിക്കാൻ തയ്യാറായതന്നെ വലിയ മനസ്സാ. അതിനിടയ്ക്ക് ഇതുകൂടി എങ്ങനെ പറയും? അത് വേണ്ട ചന്ദ്രി. അല്ലെങ്കിൽ തന്നെ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് വസുന്ധരയ്ക്ക് തീരെ മതിപ്പില്ല. ഇനി ഇങ്ങനെ ഒരു കേസിൽ ഗൗതമിനെ ഇടപെടുത്തുകൂടി ചെയ്താൽ നിധിയെ കുറ്റം പറയാൻ അവർക്ക് മറ്റൊരു കാരണം കൂടിയാവും. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് ശിവാനിയെ വേണ്ടല്ലേ? ഞങ്ങൾ ആരും അങ്ങനെ പറഞ്ഞില്ല. ശിവാനിക്ക് വേണ്ട നിയമസഹായം നമുക്ക് കൊടുക്കാം. വഴിവിട്ടൊരു ഒത്തുതീർപ്പിന് ശ്രമിക്കണ്ടെന്നേ നമ്മൾ പറഞ്ഞുള്ളൂ. വേണ്ട, നിങ്ങൾ ആരും ഒന്നും ശ്രമിക്കണ്ട. എന്റെ മോളല്ലേ, എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അവളെ ഞാൻ രക്ഷിച്ചോളാം. പോട്ടെ. ഉദയം വക്കീലിനോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. കേസിന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചിട്ട് വിളിക്കാന്ന് പറഞ്ഞു. ശരി. എന്താ രേണുകെ? മാഡം, നമ്മുടെ പ്ലാനുകളൊക്കെ പൊളിഞ്ഞു. ശിവാനിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിന്? സ്വർണമോഷണ കേസില് തുടർ നടപടി വേണ്ടാന്ന് ഞാൻ വിളിച്ചു പറഞ്ഞതാണല്ലോ. നിധി ആവശ്യപ്പെട്ടതുകൊണ്ട് ഗൗതമു അങ്ങനെ പറഞ്ഞു എന്നാ ഞാൻ അറിഞ്ഞത്. ഈ അറസ്റ്റ് മോഷണ കേസിലല്ല, പിന്നെ വധശ്രമമാണെന്നാ പറഞ്ഞത്. അവളെ പറഞ്ഞു പറ്റിച്ച ആ അമലിപ്പോ കള്ള പരാതി കൊടുത്തതാ. ശിവാനിയെ കൊടുക്കാൻ വേണ്ടിട്ട് അവൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. അവനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാ പോലീസ് അവളെ കൊണ്ടുപോയെ. എന്റെ മോൾ ഒരു തെറ്റും ചെയ്യില്ല മാഡം. നല്ല അമ്പൂറ്റി കുട്ടിയായിട്ടാ ഞാൻ അവളെ വളർത്തിയേ. വളർത്തിയതിന്റെ ഗുണമൊന്നും നിങ്ങൾ കൂടുതൽ പറയണ്ട. ഈ കുടുംബത്തെ ചതിച്ച അവൾക്ക് ഇങ്ങനെ വന്നതില് ഞാൻ സന്തോഷിക്കുകയാണ് വേണ്ടത്. പക്ഷേ അവളെ വെച്ച് ഞാനും ചിലതൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് തൽക്കാലം സന്തോഷിക്കുന്നില്ല. എങ്ങനെയെങ്കിലും മാഡം അവളെ ഒന്ന് രക്ഷിക്കണം. മാഡത്തിന്റെ പ്ലാനുകളൊക്കെ വർക്കൗട്ട് ആവാൻ ഒരു അടിമയെ പോലെ ശിവാനി നിന്നോളും. എന്റെ ഭാവി പ്ലാനുകൾ വർക്കൗട്ട് ആവാൻ നിധി തന്നെ ശിവാനിയെ രക്ഷിക്കാൻ ഇടപെടണം. അയ്യോ മാഡം, ഇപ്പൊ ഭാവിയെ കുറിച്ചൊന്നും ചിന്തിക്കരുത്. ചിന്തിച്ചേ പറ്റൂ. നിധിക്ക് ഭാവിയിൽ ശിവാനിയോട് സഹതാപം തോന്നണം. അങ്ങനെ പറയരുത്. നമ്മള് ഭാവിയെ കരുതി വെറുതെ ഇരുന്ന പോലീസുകാർ എന്റെ മോള് തല്ലിക്കൊല്ലും. നിങ്ങൾ ഇങ്ങനെ പേടിക്കാതെ. സ്റ്റേഷനില് ശിവാനിക്ക് ഒരു കുഴപ്പവും പറ്റാതെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ വിഷയത്തില് നിധിയെ ഇടപെടുത്താൻ നോക്ക്. ഗൗതം വഴി ശിവാനി രക്ഷപ്പെടുന്നതാണ് കൂടുതൽ നല്ലത്. ചന്ദ്രികയും നിഖിലും അതിന് തയ്യാറല്ല മാഡം. ഗൗതമിനെയും ബുദ്ധിമുട്ടിപ്പിക്കില്ലെന്ന് അവര് പറയുന്നത്. ആ, എങ്കിൽ ശിവാനി അകത്ത് തന്നെ കിടക്കട്ടെ. അയ്യോ, അങ്ങനെ പറയല്ലേ. ചന്ദ്രികയുടെ കയ്യോ കാലോ പിടിച്ച് അവരെ കൊണ്ട് നിധിയെ വിളിപ്പിക്ക്. ശിവാനിയെ രക്ഷിക്കാൻ ഗൗതം ഇടപെടുക എന്നതാണ് എന്റെ ആവശ്യം. അതുവരെ ശിവാനിക്ക് സ്റ്റേഷനിൽ ഒരു കുറവും വരാതെ നോക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ചന്ദ്രികയോട് കെഞ്ചുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ മാഡം. എന്നാലും കാര്യം കാണാൻ ആ കഴുതക്കാലം ഞാൻ പിടിച്ചു നോക്കാം. എങ്കി വേഗം ചെന്ന് പിടിക്കാൻ നോക്ക്. ചെല്ല്. ശരി മാഡം.
ശിവാനിയെ ഞാനെന്തിനു സഹായിക്കണം? പോലീസുകാരെ അവൾക്കിട്ട് 2 കൊടുക്കുകയാണെങ്കിൽ കൊടുക്കട്ടെ. എങ്കിലേ കുറച്ച് പദം വന്ന ശിവാനിയെ എനിക്ക് കയ്യിൽ കിട്ടും. അവളുടെ അഹങ്കാരം ഒന്ന് ശമിക്കട്ടെ.